ഹായ്, നിങ്ങളൊരു സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ബിസിനസ്മാനാണോ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സ്വപ്നമുണ്ട്. അത് ചിലപ്പോൾ ഒരു ഗവൺമെൻറ് ജോലി വാങ്ങിക്കുന്നതായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറണം. തൊഴിൽ മേഖലയിൽ ഹ്യൂജ് സക്സസ് ഉണ്ടാക്കിയെടുക്കണം. പക്ഷേ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് 2011 വരെ എൻ്റെ ലൈഫും അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ 2011 ഓഗസ്റ്റ് 9 ശേഷം എൻ്റെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ചായി. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിലേക്ക് സീക്രട്ട് ഓഫ് ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റി, പഠിച്ചെടുക്കാൻ പറ്റി. അത് പഠിച്ചതിന് ശേഷം, അത് എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്തതിന് ശേഷം എൻ്റെ ലൈഫ് കംപ്ലീറ്റ്ലി മാറി മറിഞ്ഞു എന്നുള്ളതാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ അനുഭവിക്കുന്ന ആ പ്രയാസം അത് മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, നിങ്ങൾക്കറിയണം എന്തുകൊണ്ടാണ് നിങ്ങൾ പരാജയപ്പെടുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മുന്നേറാൻ കഴിയാത്തത്, എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നത്. ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് നമ്മളുടെ മനഃശക്തി വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ തീരുമാനമെടുക്കാറുണ്ട്, പക്ഷെ നമ്മുടെ വിൽ പവർ നമുക്ക് സ്ട്രോങ് ആയിട്ട് നമുക്ക് എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അതല്ലെങ്കിൽ സെൽഫ് ഡിസിപ്ലിൻ നമുക്ക് കിട്ടുന്നില്ല. അതല്ലെങ്കിൽ നമുക്ക് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ആക്ഷൻ, പാഷനേറ്റ് ആയിട്ട്, എനർജറ്റിക് ആയിട്ട് വർക്ക് ചെയ്ത് ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. 4 ദിവസം ആവേശമുണ്ടാവും, പിന്നീട് അത് നിലനിർത്താൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ആണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. നമ്മുടെ ശരീരത്തെ നമുക്ക് ഒരു ഫോണിൻ്റെ ബോഡി എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഫോണിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലെ നമ്മുടെ ശരീരത്തിനുള്ളിൽ നമ്മുടെ മനസ്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. മനസ്സിനുള്ളിൽ വൈറസ് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ശരീരം എന്ന് പറയുന്നത് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. നിങ്ങളുടെ സെൽഫ് ഡിസിപ്ലിൻ വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. നിങ്ങളുടെ പാഷൻ, എനർജി, കമ്മിറ്റ്മെൻറ്റ്, വിൽ പവർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയില്ല നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ദർ ഈസ് എ സൊല്യൂഷൻ ഫോർ ദാറ്റ്. എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നിങ്ങളിലേക്കും ഞാൻ പകർന്നു തരാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഞാൻ ഇതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ 8 വർഷത്തോളമായിട്ട് ഷാഫി സ്പേസ് എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്നു. 7ഓളം രാജ്യങ്ങളിൽ ഞാൻ പഠിച്ചിട്ടുള്ള, എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്തിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ട്രെയിനിങ് പ്രോഗ്രാമുകൾ നൽകിക്കൊണ്ട് വ്യക്തികളുടെ ജീവിതം മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളെയും ഞാൻ ക്ഷണിക്കുകയാണ് അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിലേക്ക്. അടുത്ത 60 ദിവസം, അതായത് ഈ മാസം ജൂലൈ മാസം 25 മുതൽ 60 ദിവസത്തെ ഒരു പ്രോഗ്രാം നടത്തുന്നു. ആ 60 ദിവസത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഓൺലൈൻ മൈൻഡ് പവർ എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പലപ്പോഴും പല വ്യക്തികളും പല പ്രോഗ്രാമുകളും ഇതുപോലെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങൾക്ക് അതിൽ നിന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന് അറിയാത്തതിൻ്റെ പേരിൽ, അതിനു വേണ്ട ഫോളോ അപ്പ് സപ്പോർട്ട് കിട്ടാത്തതിൻ്റെ പേരിൽ നിങ്ങൾ പലപ്പോഴും പരാജയപ്പെട്ട് പ്രയാസത്തിലൂടെ കടന്നുപോയി ആ ഒരു അറ്റൻഡ് ചെയ്തിട്ടുള്ള കോഴ്സുകളിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട വ്യക്തിയായിരിക്കാം. ഒരു കാര്യം പറയുന്നു, വി ഹാവ് എ സൊല്യൂഷൻ ഫോർ യു. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വി വിൽ സപ്പോർട്ട് യു, വി വിൽ ഗൈഡ് യു. ഓക്കെ, പേഴ്സണൽ കോച്ച് എന്നുള്ള രൂപത്തിലേക്ക് നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഈ 60 ദിവസം നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ, നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു മൈൻഡ് പവർ കോഴ്സിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ മാറ്റിമറിച്ച് വിജയിക്കുന്നവരുടെ മൈൻഡാക്കി മാറ്റിയെടുക്കാൻ, സമ്പന്നരുടെ മൈൻഡാക്കി മാറ്റിയെടുക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് പഠിപ്പിച്ചു തരുന്ന പ്രോഗ്രാമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഓൺലൈൻ മൈൻഡ് പവർ പ്രോഗ്രാം. ഈ പ്രോഗ്രാം തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സോ ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം, ഈ പ്രോഗ്രാമിൽ ഇതിനു മുൻപ് പങ്കെടുത്തുള്ള വ്യക്തികളുടെ ഫീഡ്ബാക്ക് ഒന്ന് നമുക്ക് കാണാം. ഹായ് ഫ്രണ്ട്സ്, ഐ ആം ജലീൽ, കോഴിക്കോടുകാരനാണ്. ഞാൻ നിങ്ങളിന്ന് മുമ്പിലിരിക്കും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര പവർഫുള്ളാണ്, ഭയങ്കര എനർജറ്റിക്കാണ്. പറയാൻ കാരണം എന്താ വെച്ചാൽ, കുറച്ച് ദിവസം മുമ്പ് വരെ ഞാൻ സത്യത്തിൽ ഇഷ്ടമുള്ള ടൈമിന് ഉറങ്ങി, ഇഷ്ടമുള്ള ടൈമിന് എണീറ്റു, ഒരുപാട് ടൈം സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്തു, ഈവൻ ഡ്യൂട്ടി ടൈമിൽ പോലും. പക്ഷേ ഇന്ന് ഞാൻ അതൊന്നുമല്ല കേട്ടോ. കറക്റ്റ് 5 o'clock എണീക്കും. മോർണിംഗ് വാക്ക് ഉണ്ട്, എക്സസൈസ് ഉണ്ട്, മെഡിറ്റേഷൻ ഉണ്ട്, ടു ഡു ലിസ്റ്റ് തയ്യാറാക്കും. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞത് വളരെ കുറഞ്ഞ ടൈമിലോട്ട് മാത്രം ഒതുക്കി. സോ ഐ ആം വെരി ഹാപ്പി. അതിന് പിന്നിലൊരു കാരണം കൂടിയുണ്ട്. ലാസ്റ്റ് ടൈം കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഷാഫി സ്പേസിൻ്റെ
മൈൻഡ് മാസ്റ്ററി എന്ന് പറഞ്ഞ കോഴ്സിൽ ജോയിൻ ചെയ്തു. ഭയങ്കര പവർഫുള്ളായത് മാത്രമല്ല, അതിൻ്റെ സെഷനിൽ ഒരു LTC ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കൾച്ചർ എന്ന് പറഞ്ഞൊരു സെഷൻ തന്നെ എക്സ്ട്രാ എടുത്ത് പറയേണ്ടതാണ്. നമ്മളെ ലൈഫിൽ ഒരുപാട് ചേഞ്ചുകൾ വരുത്തും. എൻ്റെ ബാഡ് ഹാബിറ്റ്സൊക്കെ ഞാൻ എടുത്തു കളഞ്ഞു, നല്ല ഗുഡ് ഹാബിറ്റ്സ് ഇൻസ്റ്റാൾ ചെയ്തു. സോ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സഹായിച്ച ഷാഫി സാറിനും ഷാഫി ഇൻസ്പയർസിൻ്റെ എല്ലാ ഗ്രൂപ്പ് മെമ്പേഴ്സിനും എൻ്റെ റിവ്യൂവേഴ്സിനും ഒക്കെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. എ ലോട്ട് ഓഫ് താങ്ക്സ്. ഓക്കെ, ബൈ. ഹലോ, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് സതീശൻ. ഞാൻ വടകരയാണ്. വടകരയിൽ ഒരു ഇലക്ട്രോണിക് സർവീസ് സെൻ്റർ നടത്തുന്നു. 45 വർഷമായി ഇലക്ട്രോണിക്സ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. കുറച്ചു കാലം ഗൾഫിലായിരുന്നു. ജീവിതം ഒരുപാട് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും നല്ല അനുഭവങ്ങളും എല്ലാം കൂടി സമ്മിശ്രമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈ മനസ്സിൻ്റെ അപാരമായ ശക്തിയെക്കുറിച്ചിട്ടുള്ള ചില ക്ലാസ്സുകളും പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്തൊക്കെ അറിയാം എന്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സുകൊണ്ട് നമ്മൾ നേടിയെടുക്കാൻ പറ്റും. പറയുന്ന പുസ്തകങ്ങളിലൊക്കെ പുരാണങ്ങളിലൊക്കെ പറയുന്ന മനസ്സിൻ്റെ അപാരമായ ശക്തിയെ പറ്റിയൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷെ കറക്റ്റായിട്ടുള്ള ഒരു ഗൈഡൻസ് അത് ഒരു ട്രെയിനിങ് എന്നുള്ള വിധത്തിൽ അത് പഠനമായിട്ട് നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അത് കുറെ കേട്ടു, അത് കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കും, അത് ഒന്ന് 1-2 പ്രാവശ്യം ചെയ്ത് നോക്കും, പിന്നെ അവിടെ കിടക്കും, പിന്നെ അതിനെപ്പറ്റി മറന്നുപോകും. ജീവിതത്തിലുള്ള ഓരോരോ പ്രശ്നങ്ങൾ കാരണം ഡെയിലി നമുക്കുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ പ്രയാസങ്ങൾ, നമ്മൾ ഏറ്റെടുക്കേണ്ട ബാധ്യതകൾ, ഇതൊക്കെ കാരണം അതിനൊരു തുടർ പഠനം എന്നുള്ള വിധത്തിൽ അതിനെപ്പറ്റി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരാഴ്ച 10 ദിവസം മുമ്പേ ഷാഫി സാറിൻ്റെ ഒരു ക്ലാസ്സിനെ കുറിച്ച് ഞാൻ അറിയാനിടയായി. ഷാഫി ഇൻസ്പയർസിൻ്റെ മൈൻഡ് പവർ ട്രെയിനിങ് ഒരു ഓൺലൈൻ ട്രെയിനിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓൺലൈൻ ട്രെയിനിങ് എന്നുള്ളതാകുമ്പോൾ നമുക്ക് വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യാം, അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടില്ല. പഠിക്കാനോ സംഗതികൾക്കോ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് കേൾക്കാൻ വോയിസ് ക്ലിപ്പാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഏതാണ്ട് നമ്മൾ അത് ഞാനും എൻ്റെ 2-3 ഫ്രണ്ട്സ് കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പഠിച്ച കാര്യങ്ങളൊന്നും അല്ല അതിൻ്റെ അകത്ത് പെർഫെക്ഷൻ എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്. ഇപ്പം ചോറും കറിയും ഉണ്ടാക്കുന്നു, കറീൻ്റെ അകത്ത് ഒരു ലേശം ഉപ്പ് അധികമായപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ടേസ്റ്റ് മാറിപ്പോകും. അപ്പോൾ കറക്റ്റായിട്ടുള്ള ചേരുവ വരുന്നിടത്താണ് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ടുണ്ടാകും. വളരെ നിസ്സാരമായ കാര്യങ്ങളായിരിക്കും ഉണ്ടാകും. പക്ഷെ ആ നിസ്സാരമായ കാര്യങ്ങൾ വലിയ വ്യത്യാസങ്ങൾ നമുക്ക് ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഈ തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ പെർഫെക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിന് കറക്റ്റായിട്ടുള്ള റിസൾട്ട് ഇല്ലാത്തതെന്ന് ഞാനിപ്പോൾ തിരിച്ചറിയണം. ഇപ്പോൾ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾക്കിടക്ക് ഒരുപാട് പ്രയാസങ്ങൾ, കുടുംബത്തിലും പല വിധത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ഒരുപാട് പൊട്ടിത്തെറികളുണ്ടായി. അതൊക്കെ ഇപ്പോൾ തിരിച്ചറിഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്ത് ആ ഒരു മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു, ജീവിതത്തെ പറ്റിയ മിസ്റ്റേക്കുകൾ, കുടുംബത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ അച്ഛനും അമ്മയായിട്ടും ഉള്ള ഒരു മറക്കാനും പൊറുക്കാനും പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നപ്പോൾ പലരും പറഞ്ഞെങ്കിലും മതി പോട്ടെ, അച്ഛനല്ലേ അമ്മയല്ലേ എന്ന് പറഞ്ഞപ്പോൾ അന്ന് ആ ഒരു ഫോർഗീവ്നെസ് എന്നുള്ള സംഗതിക്ക് എനിക്കത് പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷാഫി സാറിൻ്റെ ഈ ക്ലാസ്സിനകത്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി ഫോർഗീവ്നെസ് ആണ്. കാര്യകാരണ സഹിതം പറഞ്ഞു തന്നപ്പോൾ, മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൽ കൂടെ നമ്മൾ അതിൻ്റെ അകത്ത് വന്നപ്പോൾ അത് എൻ്റെ മനസ്സിലുണ്ടാക്കിയ മാറ്റങ്ങൾ വളരെ വലുതാണ്. 10-16 വർഷമായി മനസ്സിൽ ഒരു കനൽ പോലെ എരിഞ്ഞുകൊണ്ടിരുന്ന ഈ പക എന്ന് പറയാം, പക എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല, പക്ഷെ എന്നാലും ആ ഒരു വെറുപ്പ്, വിദ്വേഷം അത് അലിഞ്ഞില്ലാതായി പോയി എന്നുള്ളതാണ് എൻ്റെ ഒരു സത്യം. അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എടുക്കുന്ന തീരുമാനങ്ങളും മനസ്സിനുണ്ടാകുന്ന നടപ്പിലാക്കാനുള്ള ചില തന്ത്രങ്ങളും കിട്ടും. ഇതിന് ചെയ്യാനുള്ള ചില വഴികൾ, കയറിപ്പോകാനുള്ള ഏണിപ്പടികൾ എന്ന് പറയുവാണെങ്കിൽ, ഉയരത്തിലേക്ക് കയറി പോകണമെങ്കിൽ നമുക്ക് കാല് വെച്ച് നേരെ കയറി പോകാൻ പറ്റില്ല, പായവിൽ കൂടെ ചവിട്ടി കയറാൻ പറ്റില്ല, അതിന് ഏണിപ്പടികൾ തന്നെ വേണം. അതിനുള്ള ഏണിപ്പടികളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് ചെറിയ ചെറിയ തന്ത്രങ്ങൾ, സ്റ്റെപ്സ്, അതൊക്കെ കൃത്യമായിട്ട് കിട്ടിയപ്പോൾ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ ഞാൻ കൂട്ടിയ ആൾക്കാരും ഇതുപോലെ എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരും എന്നെപ്പോലെ തന്നെ നന്നാവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഉയരത്തിലേക്ക് പോകാൻ പറ്റുന്നുള്ള ഉദ്ദേശത്തോടെയാണ് എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ കൂടെ കൂട്ടിയത്. അവരും ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ അനുഭവങ്ങളുണ്ട്, അവരുടെയും അനുഭവ സാക്ഷ്യം ഞാൻ കേട്ട് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാവർക്കും വളരെ സന്തോഷമാണ്.
അപ്പോൾ ഇതുപോലെ ജീവിതത്തിൽ ചെറിയതായിട്ടുള്ള സംഗതികൾ കൊണ്ട്, വളരെ ചെറിയ കാര്യം കൊണ്ട്, വലിയ സംഗതികളല്ലേ നമ്മൾ ചെയ്യേണ്ടത്, വളരെ ചെറിയ കാര്യം, പക്ഷെ നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. ചെറിയ എഫേർട്ടിൽ വലിയ റിസൾട്ട് കിട്ടുന്ന, അത്ഭുതകരമായ റിസൾട്ട് കിട്ടുന്ന ഒരു അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് നമുക്ക് കിട്ടിയാലത്തെ അവസ്ഥ, ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് മാറി പോകാൻ പറ്റുന്ന ഒരു വലിയൊരു അവസരമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. നന്മ ആഗ്രഹിക്കുന്ന ആൾക്കാർ, മനസ്സിന്റെ നന്മ ആഗ്രഹിക്കുന്ന ആൾക്കാർ, ജീവിതത്തിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഗുണം ചെയ്തുകൊണ്ട് നമുക്കും വലിയൊരു ഈ ഒരു ലോകത്ത് നിന്ന് നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ ഓർമ്മകൾ ചിലരുടെയെങ്കിലും മനസ്സിൽ, എല്ലാവരുടെയും മനസ്സിലും നമുക്ക് അങ്ങനെ പറ്റില്ല, കാരണം അത് അതിമോഹമാണ്, പറ്റില്ല. കുറച്ച് നമ്മൾ ഇടപഴകുന്ന കുറച്ച് ആൾക്കാർക്കെങ്കിലും മനസ്സിൽ നമ്മളെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ, അയ്യോ നമ്മൾ ഒരു ഓർമ്മ, ഒരാളെ കുറിച്ച് ഓർമ്മ ഉണ്ടാകുമ്പോൾ നല്ലൊരാളായിരുന്നു, നമുക്ക് ഒരുപാട് ഗുണം കിട്ടിയിരുന്നു അയാളെ കുറിച്ച് പറയാം, അങ്ങനെയുള്ള കുറച്ച് ഓർമ്മകൾ ബാക്കിയാക്കി ഈ ലോകത്ത് നമുക്ക് വിട പറയാൻ പറ്റുന്ന അതിന് പറ്റുന്ന അവസരങ്ങൾ ഉണ്ടാക്കി തരുന്ന വലിയൊരു ക്ലാസ്സാണ്. കുടുംബത്തിന്റെ ഭദ്രതയ്ക്കും കുടുംബത്തിലെ കെട്ടുറപ്പിനും എല്ലാവരുമായിട്ടുള്ള സന്തോഷത്തിനും. ഇപ്പോൾ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അതാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനം ഇല്ലാത്ത അവസ്ഥ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് കേൾക്കുന്ന ന്യൂസുകൾ പലതും അതാണ്. അപ്പൊ ഇതൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ നല്ലൊരു കുടുംബ ജീവിതവും എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉയരത്തിൽ, അതിനപ്പുറത്തേക്ക് നമ്മളെ കാര്യങ്ങളെ മനസ്സിന് നല്ല സന്തോഷത്തോടെ, ഐശ്വര്യവും സമ്പത്തും സമാധാനവും എല്ലാം, ഞാൻ പറയും, സന്തോഷവും സമാധാനം ഉണ്ടെങ്കിലേ ഐശ്വര്യം ഉണ്ടാവുള്ളൂ. ഇതെല്ലാം ഉണ്ടെങ്കിലും ആരോഗ്യമില്ലെങ്കിലോ അത് അതിനേക്കാൾ കഷ്ടമാണ്. അപ്പൊ ഇതെല്ലാം കൂടെ മനസ്സിന്റെ ആരോഗ്യമാണ് ശരീരത്തിന്റെ ആരോഗ്യം. മനസ്സിന്റെ ആരോഗ്യം ഉണ്ടെങ്കിൽ ബാക്കി ശരീരത്തിന്റെ ആരോഗ്യമൊക്കെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഇതെല്ലാം കൂടെ കിട്ടുന്ന ഒരു വലിയൊരു അവസരമാണ്. എല്ലാവരും വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുമെന്ന് ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഓക്കെ, നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്ന ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഓൾറെഡി ഈ ഒരു കോഴ്സിലൂടെ പങ്കെടുത്ത വ്യക്തികളുടെ ഫീഡ്ബാക്ക് ആണ്. സോ അവർ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ, അവരുടെ ലൈഫ് ഈ ഒരു പ്രോഗ്രാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ മറക്കരുത്, നിങ്ങളുടെയും ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണെന്നറിയാം. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു പുസ്തകം എഴുതാൻ, നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ജോലി നേടിയെടുക്കാൻ, നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ഗവൺമെന്റ് ജോലി സ്വന്തമാക്കാൻ, നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ, ദിസ് ഈസ് ദ റൈറ്റ് ടൈം ആൻഡ് ദിസ് ഈസ് ദ ടൈം യു ഹാവ് ടു മേക്ക് ദ ഡിസിഷൻ. ആൻഡ് തീരുമാനമെടുക്കുക, ഇത് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യും. And I welcome all of you to the program. This is me, Shafi Muhammed. See you at the online Mind Power workshop. Have a great day. See you later.